ഗൈസ്, ഇന്ന് ഞങ്ങളുടെ രാജൻ രാധയല്ലല്ലോ, സോറി, കൃഷ്ണനും രാധ ഒരുക്കാൻ തുടങ്ങുകയാണ്. കൃഷ്ണൻ നല്ല ഉറക്കത്തിനാണ് ഒരുക്കാൻ തുടങ്ങുന്നത്. ഇല്ലെങ്കിൽ അവൻ ഒരു തരിക്ക് സമ്മതിക്കത്തില്ല. അപ്പം നന്നായിട്ട് ഉറക്കിയിട്ട് പതിയെ അവനെ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുങ്ങിയ പിന്നെ ഉണ്ടായ പിന്നെ എനിക്കിങ്ങനെ ഒരുക്കാനേ പറ്റിയിട്ടില്ല. കാരണം അവൻ ഇങ്ങനെ തട്ടി തട്ടി കളയുമായിരുന്നു. ഇന്ന് നല്ല ക്ഷീണമുണ്ട്, അതാണ് ഇത്തിരിയെങ്കിലും കിടന്ന് സഹായിക്കുന്നത്. മേക്കപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എൻ്റെ ആ കലാവാസനകൾ മുഴുവൻ തീർക്കുന്നത് എൻ്റെ പിള്ളേരിലാണ്. അവരാകുമ്പോൾ ഒന്നും പറയത്തില്ലല്ലോ, കൊള്ളത്തില്ലേലും അതൊക്കെ സഹിച്ചോളൂല്ലോ. ഭാവയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഞാൻ കുറേ പറഞ്ഞ് അനങ്ങാതൊക്കെ നിൽക്കാം, പക്ഷേ അവൾ കുഞ്ഞല്ലേ, അവൾക്ക് എന്തറിയാം. എന്നാലും എന്നെ സഹായിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചില്ലേ എൻ്റെ മോള്, അത് തന്നെ ഭാഗ്യം. ഒരു സൈഡ് എഴുതിയിട്ട് അപ്പുറത്തെ സൈഡ് എഴുതുന്ന കേട്ടോ ഭയങ്കര പാട്. അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ തെറ്റി കിടത്തുമ്പോൾ അവൻ എഴുന്നേക്കാൻ തുടങ്ങും. പിന്നെ എങ്ങനെയൊക്കെയോ അവിടെ ഇവിടെ കുറേ കുത്തും കോമയൊക്കെ വരച്ച് ഒരുവിധം കൃഷ്ണനാക്കി എടുത്തു. കൃഷ്ണനാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്ന പോലെയൊക്കെയാണ് മേക്കപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊന്നും പറയരുത് കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ പിടുത്തമുള്ള ആളൊന്നുമല്ല, അതുകൊണ്ടാണേ. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലോ. ഒരാളുടെ മേക്കപ്പിന് ശേഷം അടുത്തുള്ള ഞാൻ റെഡിയാക്കാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ രാധ. എൻ്റെ കഴിവുകൾ പുറപ്പെടുവിക്കാൻ ഇവൾ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇവൾ അനങ്ങാതെ കിടക്കുന്നില്ല. ഞാൻ വഴക്ക് പറഞ്ഞ് തോറ്റു. അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. എന്നാലും ഒരുവിധമൊക്കെ എന്നോട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് സ്റ്റാൻഡിൽ വെച്ചിട്ടാട്ടോ. സ്റ്റാൻഡിൽ വെച്ച് ഒരു പരിധി വരെ ഇട്ടപ്പോഴത്തേനും അവിടെ തിരിവ് എഴുതുന്നൊന്നും കിട്ടിയില്ല. എൻ്റെ തലയാണ് കിട്ടിയത്. അതാണ് അവൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അച്ചാരം പൂച്ചാരം കുറച്ച് ചുവര കളറൊക്കെ വാരി തേച്ചിട്ട് എൻ്റെ കണ്ണൊക്കെ വരച്ച് നീട്ടി എഴുതുന്നുണ്ട്. കുഴപ്പമില്ല അല്ലേ. കണ്ണൊക്കെ വരച്ച് നീട്ടി എഴുതി അപ്പുറത്തെ കണ്ണും പെട്ടെന്ന് സെറ്റ് ചെയ്ത് കുറേ കുത്തും വാരിയിട്ട് കോമയും വരച്ചിട്ട് നമ്മൾ രാധനെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുത്താണല്ലോ പ്രധാനം. അങ്ങനെ കുത്തൊക്കെ ഇട്ടു, അച്ചാരം പുച്ചാരം കുറേ കുത്തുകൾ വാരി ഇട്ടു. ലൈഫിൽ ഓരോ ഒക്കേഷൻ വരുമ്പോഴും നമുക്ക് മാറി നിൽക്കാൻ എളുപ്പമാണ്. പക്ഷേ അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചാലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. എൻ്റെ പിള്ളേരിങ്ങനെയൊക്കെ ഒരുക്കി നന്നായിട്ട് കാണുമ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്കൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ചെയ്ത് നോക്കി തന്നെ മനസ്സിലാക്കണം കേട്ടോ. ഇതൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ഓരോ ദിവസവും കടന്നു പോകും. പക്ഷേ ചെയ്ത് നമ്മൾ പിന്നീട് ഒരു സമയത്ത് ആ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു അനുഭവമാണ്. കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ സന്തോഷങ്ങളും എനിക്ക് ചെയ്തു കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവർ മറ്റൊരിടത്ത് പോയിട്ട് അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എന്നൊന്നും ചോദിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അങ്ങനെ മേക്കപ്പ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അല്ലുകൂടെ എടുത്തേറ്റ് കേട്ടോ. പക്ഷേ കുട്ടാരൻ്റെ കൈ കൊടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ വാവയുടെ മേക്കപ്പ് ഏകദേശം ഒരുവിധം ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടാ. ലിപ്സ്റ്റിക്കും കൂടി ഇട്ടെല്ലാം സെറ്റായി. ഇനി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തല കിട്ടുന്നതാണ് ഏറ്റവും വലിയ പരിപാടി. ഇതാണ് അവളുടെ കോസ്റ്റ്യൂം. ഞാൻ ഇന്നലെ രാത്രി ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ മുടി കെട്ടാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പോയേക്കുമായിരുന്നു. അങ്ങനെ മുടി കെട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. മുടി കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മകൻ വന്ന് ആ ഫോൺ മറിച്ചിട്ടു. അതുകൊണ്ട് എനിക്ക് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫൈനൽ ലുക്ക് മാത്രം കാണിക്കാം കേട്ടോ. ഇതാണ് എൻ്റെ രാധ, ഇതാണ് എൻ്റെ കിച്ചൺ. കിച്ചണിൽ ഓരോന്നായിട്ട് ഇങ്ങനെ ഊരി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാല ഊരി കളഞ്ഞു, ഇപ്പോൾ തൊപ്പി ഊരി കളഞ്ഞു. അതേ ചേച്ചി ഇവിടെ നേതാട്ടൊക്കെ പരിപാടിയാണ്. അങ്ങനെ ഇനിയിപ്പോൾ തുണിയും കൂടി ഊരി കളയുമെന്ന് എനിക്ക് പേടിയാണ്, ഗായ്സ് പേടിയാണ്. എൻ്റെ രാധയുടെ പ്രകടനങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. രാധയുടെ പ്രകടനങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് ചെന്നു കേട്ടോ. അമ്പലത്തിൽ ചെന്നപ്പോൾ നിറയെ കൃഷ്ണനെയും രാധേനെയും തട്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ കുറേ കൃഷ്ണനും രാധയും ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ എൻ്റെ കൃഷ്ണൻ കുറച്ച് നേരമൊക്കെ നടന്നു അതിലെ കൂടെ ഒക്കെ. അത് കഴിഞ്ഞിട്ടുള്ള പ്രകടനങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അത് കാണാം. ഇങ്ങനെ എൻ്റെ പിള്ളേർ ഇങ്ങനെ നടന്ന് കാണുമ്പോഴത്തേനും ഞാൻ എൻ്റെ പഴയ കാലം ഓർക്കുമായിരുന്നു. എനിക്ക് പണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരുങ്ങിങ്ങനെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല മേക്കപ്പൊക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മിണ്ടട്ടെ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ പറഞ്ഞോളാം കേട്ടോ. അപ്പം അതെ, കൃഷ്ണൻ എൻ്റെ തോളെ കയറി ഇരിക്കുകയാണ്. ടിപ്പ് ഇരുന്ന് ചലിക്കുകയാണ് കൃഷ്ണനെ.
റോഡിൽ ഭയങ്കര വണ്ടിയായിരുന്നു. ലല്ലുക്കുട്ടനാണ് താഴെ ഇറങ്ങാൻ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. എന്നിട്ട് താഴെ ഇറക്കി വിട്ടപ്പോഴത്തേനും കാണിക്കുന്ന കാട്ടായി കണ്ടോ, അവൻ കൃഷ്ണൻ്റെ ഡ്രസ്സ് ഇട്ടപ്പോൾ കൃഷ്ണൻ തന്നെ ദേഹത്ത് കയറിയെന്നൊരു സംശയം. അവനൊരു അപ്പൂപ്പൻ്റെ വണ്ടി തള്ളി കൊടുക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് വരെ തള്ളി. എന്നിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് 2-3 സ്ഥലത്തൊക്കെ വാവയൊക്കെ ഡാൻസ് കളിച്ചു കേട്ടോ. അവൻ്റെ വഴക്ക് കാരണം തിരിച്ചു പറ്റി വന്നു. അവൾ ഡാൻസ് പഠിച്ചിട്ടൊന്നും അല്ല കേട്ടോ. അവരുടെ കൂടെ അന്നേരം പെട്ടെന്ന് കളി കളിച്ചു. എന്നാലും നന്നായി കളിച്ചു കേട്ടോ അവൾ.